പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന്റെ അച്ഛൻ. അന്വേഷണത്തിൽ പോലീസും സർക്കാരും ഒത്തുകളിക്കുകയാണ്. ഡോക്ടർ സംഗീതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ഡോക്ടർ റാമിനെ പിടികൂടാൻ പോലീസ് ഇതുവരെയും ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല. DIG കമ്മീഷണർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും രേഖകളും ദൃശ്യങ്ങളും കൈമാറുന്നില്ലെന്നും രൂക്ഷ വിമർശനം. ഇത് സർക്കാരും പോലീസും ഒത്തുകളിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ മകന് നീതിയല്ല, പകരം അനീതിയാണ് കിട്ടുന്നത്. എൻ്റെ മകനെ കൊലപ്പെടുത്തിയ റാമിനെ പിടിക്കുന്നില്ല. സംഗീതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണമല്ലേ നൽകിയത്, അവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല? അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുകളിയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു അച്ഛൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുൻ പിള്ള ചേർന്നുകൊണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മിഥുൻ, ഗുരുതരമായ ആരോപണങ്ങളാണ് നിതിൻ രാജിൻ്റെ അച്ഛൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തും? ശ്യാമ, നമുക്കറിയാം കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ട് ഒരാഴ്ചയോളമാകുന്നു. ആ കേസിൽ ഇതുവരെ യാതൊരു നീക്കുപോക്കും ഉണ്ടായില്ലെന്ന ഗുരുതരമായ ആരോപണവുമായി തന്നെയാണ് നിതിൻ രാജിൻ്റെ അച്ഛൻ രാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂർ ജില്ലയിലുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ DIG ഓഫീസിലും അതുപോലെ തന്നെ കമ്മീഷണർ ഓഫീസിലുമൊക്കെ കയറിയിറങ്ങിയിരുന്നു. ഇവിടങ്ങളിൽ നിന്നൊരു അനുകൂലമായ സമീപനം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, പോലീസും സർക്കാരും ഒത്തുകളിക്കുകയാണ് തൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെന്നാണ് രാജൻ പറയുന്നത്. പോലീസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. നിതിൻ രാജിൻ്റെ അച്ഛനിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ്. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തെളിവുകൾ തങ്ങൾക്ക് കാണേണ്ടതുണ്ട്. പക്ഷേ ആ തെളിവുകൾ ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് കൈമാറാൻ തയ്യാറാകുന്നില്ല. കൂടാതെ ഡോക്ടർ സംഗീതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് വലിയ സ്വീകരണമാണ് എന്ന് രാജൻ പറയുന്നു. മാത്രമല്ല, ഡോക്ടർ റാമിനെ പിടികൂടാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, റാം നിലവിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളുകളായിട്ട് പോലും ഇതുവരെ റാം എവിടെയാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ പോരായ്മയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാത്രമല്ല, രേഖകളും ദൃശ്യങ്ങളും കേസുമായി ബന്ധപ്പെട്ട രേഖകളും ദൃശ്യങ്ങളും ഹാജരാക്കുന്നില്ല. അത് കാരണം മേൽക്കോടതിയെ സമീപിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, തന്നെ കാണിച്ചത് പ്രിൻസിപ്പലിൻ്റെ റൂമിലുണ്ടായിരുന്ന എല്ലാവരും കണ്ട ദൃശ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ നിതിൻ രാജ് പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് വരുന്നതോ മുറിയിൽ നിന്ന് പോകുന്നതോ ഈ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് മുകളിൽ കയറി പോകുന്നതോ താഴേക്ക് ചാടിയ ശേഷമുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താൻ 6 ദിവസമായി DIGയുടെയും അതുപോലെ തന്നെ കമ്മീഷണറുടെയും ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. മകന് നീതിയല്ല അനീതിയാണ് ലഭിക്കുന്നത് എന്ന ഒരു അച്ഛൻ്റെ വേദന തന്നെയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അടിയന്തരമായി നമുക്കറിയാം, CPM ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് വീടൊക്കെ വെച്ചു കൊടുക്കുന്നത്. പക്ഷേ തങ്ങൾക്ക് വീടല്ല, ഈ ഒരു സംഭവമാണ് വേണ്ടതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. വീടൊക്കെ വെച്ചു കൊടുക്കുന്ന അതേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. അതേ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുന്നില്ല എന്ന ഒരു സങ്കടം തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ശ്യാം.